നിർഭാഗ്യവശാൽ പ്രസ്തുത ശിശുവിനെ വീട്ടിൽ വളർത്തുന്ന പ്രശ്നത്തിൽ യോജിപ്പിലെത്താൻ ഭർത്താവായ പ്രകാശനും ഭാര്യയായ സുജാതയ്ക്കും കഴിയാതെ വന്നിരിക്കുകയാണ്. ആയതിനാൽ സമുദായ വിധി പ്രകാരം ഉഭയസമ്മതത്തോടെ നടത്തപ്പെട്ട പ്രകാശിന്റെയും സുജാതയുടെയും വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താൻ കോടതി ഉത്തരവായിരിക്കുന്നു. കടപ്പുറത്തെ പറമ്പില് കുറച്ച് തൈയൂടെ വെക്കണം. 10 മാസത്തിൽ വെച്ചാ മതി സാറേ, ഒന്നും കിട്ടിയില്ലടാ. സാർ, ഞാൻ എന്ത് കൊക്കിന് 7 എടുത്ത് ഫയർ ചെയ്തു, പക്ഷെ അത് പറഞ്ഞു. നിന്റെ തലയിൽ എന്താണ്? ഇതാ കൊക്കിന്റെ കാഷ്ടമാണ് സാർ. ഞാൻ അങ്ങോട്ട് എയിം ചെയ്ത ദേഷ്യത്തിന് അത് ഇങ്ങോട്ട് ഫയർ ചെയ്തായിരിക്കും. പോയി കഴുകടാ. സാർ, ദേ അമ്മാവൻ. കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എവിടെയായിരുന്നു? ഞാൻ എവിടെ പോകാനാ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വരണ ചേട്ടാ. എന്താ ചേട്ടാ ഒരു മനപ്രയാസം പോലെ? മനപ്രയാസമേ ഉള്ളൂ മാധവൻ നായരെ. ഇവിടെ വരുമ്പോഴാ ഇത്തിരി സമാധാനം കിട്ടുന്നത്. എന്തു പറ്റി? പയറ് കുത്തിയാ മതിയോ, പടർപ്പ് കൂടെ വേണ്ടേ? മനസ്സിലായില്ല. മാധവൻ നായരെ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സുജാത ബന്ധം പിരിഞ്ഞു പോന്നിട്ട് വർഷം 3 അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഇതുവരെ തരപ്പെട്ടില്ല. ഓ, അതൊരു പ്രശ്നമാണോ ചേട്ടാ? പ്രശ്നമാണ് മാധവൻ നായരെ. എത്രയായാലും രണ്ടാംകെട്ടല്ലേ. അതിനെന്താ, സൗന്ദര്യത്തിനും സ്വഭാവത്തിനും അവൾക്ക് എന്താ ഒരു കുറവ്? നല്ല കുടുംബമല്ലേ? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ മനസ്സിലാണെങ്കിൽ ഒരാളെ കിട്ടണ്ടേ? ഒരു നല്ല പയ്യനെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ മാധവൻ നായർ തള്ളിക്കളയും. എന്താ? തുറന്നു പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരന്യനാണോ ചേട്ടാ? എങ്കിൽ പറയാം. എന്റെ അനന്തരവൾക്ക് മാധവൻ നായർ ഒരു പുതിയ ജീവിതം കൊടുക്കണം. മാധവൻ നായർ അവളെ വിവാഹം ചെയ്യണം. ഞാനോ? അതെ, എന്റെ കുടുംബത്തെ ഈ ചുറ്റുപാടിൽ നിന്ന് രക്ഷിക്കാൻ മാധവൻ നായർക്ക് മാത്രമേ കഴിയൂ. അത് വേണോ ചേട്ടാ? വേണം. എന്നെ അവൾക്ക് ഇഷ്ടമാവൂ? തീർച്ചയായും. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. ചേട്ടാ, എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എല്ലാം അതുപോലെ ആകുമോ മോളെ? എല്ലാം എന്താണെന്ന് ഉറപ്പ്? മാധവൻകുട്ടിയെ പണ്ട് മുതലേ നമുക്കറിയാം. ഒന്ന് കല്യാണം കഴിക്കാൻ ആശിച്ചിരുന്നവനുമാ. ആ നിലയ്ക്ക് ഒരിക്കലും ഒരു കാരണത്തിനും അവൻ നിന്നെ ദുഃഖിപ്പിക്കില്ല. വേണ്ടമ്മേ, എനിക്ക് ജീവിതത്തിൽ ഇനി ഒരു വിവാഹമേ വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞോളാം. ഇവിടെ എന്നെ അമ്മാവനെയും കണ്ടുകൊണ്ടാണോ നീ പറയുന്നത്? ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിനക്കാരുണ്ട്? ഒരാൺതുളയില്ലാതെ ഈ വീട്ടിൽ നീ എങ്ങനെ ജീവിക്കും? അത് നീ കൂടുതലൊന്നും പറയണ്ട. മാധവൻകുട്ടി വിവാഹം ചെയ്തു നീ സമാധാനമായിട്ട് ജീവിക്കും. അത് ഈ അമ്മയ്ക്ക് കാണണം. കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ. അമ്മേ, കഴിഞ്ഞതെല്ലാം എത്ര പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മറക്കും. മറക്കണം മോളെ. പഴയത് പലതും മറന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അമ്മേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെ കണ്ണീരും കൈയുമായി കഴിയുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് വയ്യ മോളെ, വയ്യ. സരസ്വതി, സരസ്വതി, നീനം 7-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് മതിയെന്നാണ് മാധവൻകുട്ടിയുടെ അഭിപ്രായം. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ എനിക്കും അതാ നല്ലതെന്ന് തോന്നി. ആ മോളെ, നിന്റെ മാലയോ വളയോ വല്ലതും മാറ്റി പണിയിപ്പിക്കേണ്ടതുണ്ടോ? ഓ, ഈ വിവാഹത്തെ കുറിച്ച് നിന്നോട് നേരിട്ട് അഭിപ്രായം ചോദിച്ചില്ലെന്നായിരിക്കും. നീ ഇതിന് എതിര് പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. അമ്മാ,
ഒരിക്കലും ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല. ഇനിയും അതിനാണ് ഭാവമെങ്കിൽ ഈ അമ്മാവന് ഇനിയും കാണില്ല. ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേട്ടനാണോ ഇങ്ങനെ പറയുന്നത്? എന്റെ അനന്തരവൾ ഇനിയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനാണ്. എനിക്കെന്ത് കാര്യം? ഞാൻ അന്യനല്ലേ? ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ അമ്മാവ. എങ്കിൽ നീയും മാധവൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നിനക്ക് സമ്മതമാണോ? പറയൂ. സമ്മതമാണെന്ന് പറഞ്ഞോളെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. രണ്ടാം വിവാഹമാണല്ലേ? അതെ. ആരൊക്കെയാ സാക്ഷികൾ? ഞങ്ങൾ രണ്ടാകുമോ? നിങ്ങൾക്ക് കരിന്തരമുണ്ടോ? അയ്യോ, ഇതേ കൊടുത്ത വലിയ മുതലാളിയാണ്. ഓഹോ, എങ്കിൽ ആദ്യം വധുവും വരണം ഇവിടെ ഒപ്പിട്. ഒപ്പിട് മോളെ. സുജാതെ, ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് നടക്കാതെ വന്നപ്പോ സത്യത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നി. ഇന്ന് നിന്നോട് സ്നേഹത്തെക്കാൾ കൂടുതൽ സഹതാപമാണ് എനിക്കുള്ളത്. കഴിഞ്ഞതെല്ലാം മറക്കൂ. നിനക്കൊരു പുതിയ ജീവിതം തരാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ സമാധാനമായി ഉറങ്ങിയിട്ട് വളരെ ദിവസങ്ങളായി എന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. എങ്കിലും നിന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഒഴിക്കടാ. സാർ, ഇന്നത്തെ ദിവസം നോ കമന്റ്സ്. ഒഴികെ. ഫസ്റ്റ് നൈറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ സാബ് എന്ത് വിചാരിക്കും? മേംസ ഒരിക്കൽ അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടത്തിത്തരാമെന്ന് അവളുടെ ആ തെണ്ടിയമ്മാവൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തതാണ്. വിവാഹത്തിന് വേണ്ടി വസ്ത്രങ്ങൾ വരെ ഞാൻ തയ്പ്പിച്ചു വെച്ചു. പക്ഷേ ഞാനൊരു പട്ടാളക്കാരനായി പോയതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. പട്ടാളക്കാരൻ എന്താ കുറവ് സാർ? അവളുടെ കണ്ണിലെല്ലാം കുറവുകളായിരുന്നു. ഞാൻ അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ അറപ്പോടും വെറുപ്പോടും കൂടെ അകന്നു മാറി. എങ്കിൽ പിന്നെ എന്തിനാ മേം സാബിനെ തന്നെ വിവാഹം കഴിച്ചത്? പട്ടാളക്കാരനെ വെറുത്ത അവൾ ഒരു പട്ടാളക്കാരന്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എനിക്ക് കാണാൻ. അവനെ ഞാൻ വളർത്തിയൊരു പട്ടാളക്കാരനാക്കും. എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് അവളോട് പകരം വീട്ടിക്കും.